ജനറൽ മെത്തഡ് ഓഫ് ഡ്രോയിങ് പോളിഗൺ ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിന്റെ മെത്തേഡ് 2 ആണ് ഇന്ന് വരക്കാൻ പോകുന്നത്. മെത്തേഡ് 1 കഴിഞ്ഞ വീഡിയോയിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ മെത്തേഡ് 2 എങ്ങനെ വരക്കാൻ നോക്കാം. അത് തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ റെഗുലർ പോളിഗൺ ഓഫ് 40 mm സൈഡ് ബൈ ജനറൽ മെത്തഡ് ഓഫ് ഡ്രോയിങ് പോളിഗൺ മെത്തേഡ് 2 ആണ്. അപ്പോൾ ഇത് വരക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പെൻസിലും സ്കെയിലും എടുക്കാം. എന്നിട്ട് നമ്മുടെ പോളിഗന്റെ സൈഡ് 40 mm അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചെടുക്കാം. അതിനുശേഷം ഈ ലൈനിന്റെ രണ്ടറ്റം എ ബി എന്ന് മാർക്ക് ചെയ്യാം. ഇനി കോമ്പസ് എടുക്കാം. കോമ്പസിൽ എ ബി എന്ന അളവിന്റെ പകുതി, എ ബി 40 mm ആണ്, അപ്പൊ അതിന്റെ പകുതി 20 mm കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എ ബി എന്ന ലൈനിന്റെ സെന്റർ, 40 mm ലൈനിന്റെ സെന്റർ 20 mm ഉണ്ടാവുക. അപ്പൊ 20 mm ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അത് സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഒരു സെമി സർക്കിൾ വരക്കാം. അല്ലെങ്കിൽ എ ബി ഡയമീറ്റർ വരുന്ന രീതിയിലാണ് സെമി സർക്കിൾ വരക്കുന്നത്. അതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. എ ബി ഡയമീറ്റർ വരുന്ന രീതിയിൽ സെമി സർക്കിൾ വരക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എ ബി എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് മുകളിലും താഴെയും രണ്ട് സൈഡിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യുന്നു, എന്നിട്ട് ലൈന് വരക്കുന്നു. അങ്ങനെ എ ബി എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാം. എന്നിട്ട് നമ്മുടെ ഈ സെമി സർക്കിളും പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനെ 4 എന്ന് അടയാളപ്പെടുത്തുക. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. കോമ്പസിൽ എ ബി റേഡിയസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിലേക്ക് ഒരു സെമി സർക്കിൾ അല്ല, ഒരു ചെറിയൊരു ആർക്ക് വരക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടച്ച് ചെയ്യുന്നത് വരെ ഒരു ആർക്ക് വരക്കുക. എ ബി റേഡിയസിൽ ബി സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരക്കുക. ഇനി ഇപ്പൊ വരച്ചിരിക്കുന്ന ആർക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ആ പോയിന്റിനെ 6 എന്ന് പേരിടാം. ഇനി ചെയ്യേണ്ടത് ഈ 6ന്റെയും 4ന്റെയും ഇടയ്ക്കുള്ള ലൈന്, ആ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കലാണ്. പകുതിയിൽ കൂടുതൽ എടുക്കുക, മുകളിലും താഴെയും ആർക്ക് കട്ട് ചെയ്യുന്നു, ലൈൻ വരക്കുന്നു. ഇനി ഇപ്പൊ വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആദ്യം വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടറും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ 5 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി ചെയ്യേണ്ടത് ഡിവൈഡർ എടുക്കുന്നു. 5 to 6 മെത്തേഡ് 1 ചെയ്ത പോലെ തന്നെ 5 to 6 എന്നുള്ളത് അളവ് ഡിവൈഡറിൽ എടുക്കുന്നു. ഡിവൈഡർ നമ്മൾ മുകളിലേട്ടേക്ക് ഓഫ്സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് പോയിന്റ് 7 അവിടെ മാർക്ക് ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സെയിം ഡിവൈഡർ തന്നെ, അതേ അളവ് തന്നെ മുകളിലോട്ടേക്ക് വീണ്ടും നമ്മൾ നീക്കുക. എന്നിട്ട് ഡിവൈഡറിന്റെ മറ്റേ അറ്റത്ത് അടുത്തൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനെ 8 എന്ന് മാർക്ക് ചെയ്യുക. സെയിം പരിപാടി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് പോയിന്റ് 9 എന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് 9 സൈഡുള്ള പോളിഗൺ എണ്ണഗൺ വരെയാണ് വരക്കേണ്ടത്. അപ്പോൾ ഈ 9 സൈഡുള്ള പോളിഗൺ വരെ വരയ്ക്കാൻ വേണ്ടി 9 പോയിന്റുകളാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് 9 വരെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് കോമ്പസ് എടുക്കാം. കോമ്പസിൽ 4 സെന്ററായി വരുന്ന രീതിയിൽ 4 to A റേഡിയസ് ആയി വരുന്ന രീതിയിൽ കോമ്പസ് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ഫുൾ സർക്കിൾ വരക്കാം. ഓക്കെ. ഇനി വീണ്ടും കോമ്പസ് എടുക്കാം. കോമ്പസിൽ എ ബി റേഡിയസ് വരുന്ന രീതിയിൽ കോമ്പസ് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന സർക്കിളിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഈ ഇടത്തോട്ടേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കോമ്പസ് തിരിച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാം. വീണ്ടും എ ബി തന്നെ റേഡിയസ് ആക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ ബി ആണ് സെൻറ്റർ ആക്കി എടുക്കേണ്ടത്. എന്നിട്ട് ക്ലോക്ക് വൈസിൽ ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റുകൾ ആർക്ക് കട്ട് ചെയ്ത് കിട്ടിയതായിട്ട് കാണാം. ഇനി എയിൽ സ്കെയിൽ വെക്കുക. എയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആർക്ക് കട്ട് ചെയ്ത പോയിന്റും കൂടി ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ സ്കെയിൽ വെക്കുക. അതിനുശേഷം ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലും ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. ഇതേ പ്രോസസ്സ് തന്നെ നെക്സ്റ്റ് പോയിന്റിലേക്കും ലൈൻ വരക്കുന്നു. അതേപോലെ തന്നെ അടുത്ത ബിയിലേക്കും അവിടുന്ന് ലൈൻ വരക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയർ, നമ്മുടെ റെഗുലർ പോളിഗണിലെ 4 സൈഡിലുള്ള സ്ക്വയർ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരക്കേണ്ടത് പെൻഡഗൺ. പെൻഡഗൺ വരക്കണമെങ്കിൽ നമ്മൾ കോമ്പസ് എടുത്തിട്ട് 5ലാണ് സെൻറ്റർ വെക്കേണ്ടത്. കോമ്പസിന്റെ സെൻറ്റർ 5ൽ വെക്കുക. 5 to A എന്നുള്ള അളവ് റേഡിയസ് ആക്കി എടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സർക്കിൾ വരക്കാം.
ഇനി വീണ്ടും എ ബി അല്ലെങ്കിൽ ബി മുതൽ മേലെ അല്ലേ, സ്ക്വയർ ആയതുകൊണ്ട് 4 സൈഡും ഈക്വൽ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ബി മുതൽ മേലെ വരെയുള്ള ഈ ഒരു സൈഡാണ് ഇവിടെ കോമ്പസിൽ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ പുതുതായി വരച്ചിരിക്കുന്ന സർക്കിളിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഇനി ഈ ആർക്ക് കട്ട് ചെയ്ത പോയിന്റിൽ സെയിം കോമ്പസ് തന്നെ, സെയിം അളവ് തന്നെ, അതേ അളവ് തന്നെ ആ കോമ്പസ് നമ്മളിപ്പോൾ ആർക്ക് കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസിന്റെ സെന്റർ വെക്കുന്നു. ഇനി നമ്മൾ ഈ സർക്കിളിലേക്ക് വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഇനി ഇപ്പുറത്തെ സൈഡിലുള്ള പോയിന്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് എ മുതൽ മേലേക്കുള്ള ആ സ്ക്വയറിന്റെ ആ സൈഡ് നേരത്തെ എടുത്ത അതേ കോമ്പസിൽ അതേ സൈഡ് തന്നെ എടുത്താൽ മതി, വീണ്ടും മാറ്റണമെന്നില്ല. എല്ലാം ഒന്ന് തന്നെയായിരിക്കും, സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന സർക്കിളിലേക്ക്, ലാസ്റ്റ് വരച്ചിരിക്കുന്ന സർക്കിളിലേക്ക് വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 3 പോയിന്റുകൾ കിട്ടിയതാണ്. അപ്പോൾ ഈ 3 പോയിന്റും ജോയിൻ ചെയ്തിട്ട് ഓരോരോ ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ റെഗുലർ പെൻഡഗൺ അവിടെ വരക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ 6 സൈഡുള്ള ഹെക്സഗൺ, 7 സൈഡുള്ള ഹെപ്റ്റഗൺ, 8 സൈഡുള്ള ഒക്ടഗൺ, 9 സൈഡുള്ള നന്നഗൺ, ഇത്രയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 6 സൈഡുള്ള ഹെക്സഗൺ വരയ്ക്കാൻ വേണ്ടി വീണ്ടും കോമ്പസ് എടുക്കുക. കോമ്പസ് 6 എന്നുള്ള പോയിന്റിൽ സെന്റർ ആക്കി വെക്കുക. 6 to A റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഇനി നേരത്തെ ചെയ്ത അതേ പരിപാടി, എ ബി എന്ന അളവ് കോമ്പസിൽ എടുക്കുക. ബി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബി മുതൽ ഈ ഒരു പുതിയ വരച്ചിരിക്കുന്ന സർക്കിളിലേക്ക് ഓരോരോ പോയിന്റുകൾ ആർക്ക് കൊണ്ട് കട്ട് ചെയ്യാം. ബി മുതൽ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു, കട്ട് ചെയ്ത പോയിന്റിൽ വീണ്ടും കോമ്പസ് വെക്കുന്നു, അടുത്ത പോയിന്റിലേക്ക് കട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മൊത്തം ഒരു 4 പോയിന്റുകൾ കൂടി കിട്ടും. അപ്പോൾ ഈ 4 പോയിന്റും കൂടി ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെക്സഗൺ അവിടെയാവും. സെയിം പ്രോസസ് തന്നെ ഹെപ്റ്റഗൺ വരക്കാൻ വേണ്ടി 7 കോമ്പസ് വെക്കുന്നു, 7 to A റേഡിയസ് ആക്കി എടുത്തിട്ട് ഒരു സർക്കിൾ വരക്കാം. ഇനി ചെയ്യേണ്ടത് വീണ്ടും എ ബി റേഡിയസ് ആയി വരുന്ന രീതിയിൽ കോമ്പസ് സെറ്റ് ചെയ്യാം. ബി എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ സർക്കിളിൽ പോയിന്റുകൾ കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് 5 പോയിന്റുകൾ കിട്ടും. ഈ 5 പോയിന്റുകളും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ ഹെപ്റ്റഗൺ. ഇതേ പ്രോസസ് തന്നെ 8 സൈഡുള്ള ഒക്ടഗണും 9 സൈഡുള്ള നന്നഗണും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.